നമസ്തേ. നാഗങ്ങളുടെ ഉത്ഭവകഥ. മഹാഭാരതം ആദിപർവത്തിൽ നാഗങ്ങളുടെ ഉത്ഭവകഥ വിവരിക്കുന്നുണ്ട്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരാളായ മരീചിയുടെ പുത്രനാണ് അതിതേജസ്വിയായ കശ്യപൻ. ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായ കദ്രുവും വിനീതയുമാണ് അദ്ദേഹത്തിന്റെ പത്നിമാർ. പത്നിമാരുടെ ശുശ്രൂഷയിൽ സംപ്രീതനായ കശ്യപൻ അവർക്ക് ഇഷ്ടവരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. ഉടനെ കദ്രു അതിശക്തിയോടുകൂടിയ 1000 നാഗങ്ങൾ തനിക്ക് പുത്രന്മാരായി ഉണ്ടാകണമെന്ന വരം ചോദിച്ചു. വിനീതയാകട്ടെ കദ്രുവിന്റെ മക്കളെക്കാൾ വീര്യവും പരാക്രമവും ഓജസ്സുമുള്ള 2 പുത്രന്മാരുണ്ടായാൽ മതി എന്ന വരമാണ് ചോദിച്ചത്. വരബലത്താൽ കദ്രു 1000 മുട്ടകൾ ഇടുകയും 500 വർഷങ്ങൾക്ക് ശേഷം അവ വിരിഞ്ഞ് 1000 നാഗങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്തു. ക്ഷമയില്ലാതെ വിനീത തന്റെ 2 മുട്ടകളിൽ ഒന്ന് പൊട്ടിച്ച് നോക്കുകയും അതിൽ നിന്ന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത അരുണൻ പിറക്കുകയും ചെയ്തു. പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ ക്ഷമിക്കാൻ കഴിയാത്ത വിനീതയെ അരുണൻ ശപിച്ചു. ഇനി മുതൽ കദ്രുവിന്റെ ദാസിയായി 500 കൊല്ലം ജീവിക്കണമെന്നും ഇനിയുള്ള അണ്ടത്തിൽ നിന്നും പുറത്തു വരുന്ന മകൻ അമ്മയെ ദാസ്യത്തിൽ നിന്നും രക്ഷിക്കുമെന്നും പറഞ്ഞ് ആകാശത്തിലേക്ക് ഉയർന്ന് ആദിത്യസാരഥിയായി പ്രശോഭിച്ചു. സമയമായപ്പോൾ 2ാമത്തെ മുട്ട വിരിഞ്ഞ് ഗരുഡൻ പുറത്തു വന്നു. കദ്രു പുത്രന്മാരായ 1000 നാഗങ്ങളിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന നാഗങ്ങളൊക്കെ ഉത്ഭവിച്ചത്.